ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയറിനെയാണ്. അപ്പോൾ എന്താണ് വിർച്വൽ ബോക്സ് അല്ലെങ്കിൽ എന്താണ് വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ എന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. സോ വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മറ്റ് ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെ റൺ ചെയ്യിക്കാനായിട്ട് സഹായിക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ വിർച്വൽ ബോക്സ് മാത്രമല്ല, ഒട്ടനവധി സോഫ്റ്റ്വെയറുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. പെയ്ഡ് ആയിട്ടുള്ളതും ഫ്രീ ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. ഇപ്പോൾ വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രീ വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ വിർച്വൽ ബോക്സ് തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. കാരണം ഇത് ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. അപ്പോൾ നമുക്കിതിന് ഇത് യൂസ് ചെയ്യുന്നതിനായിട്ട് പ്രത്യേകിച്ച് ചാർജസ് ഒന്നും കൊടുക്കേണ്ടതില്ല. പക്ഷേ അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ VMware എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെർഷൻസ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷേ അതൊക്കെ നമ്മൾ ലൈസൻസ് ഫീ, അവരുടെ സോഫ്റ്റ്വെയറിൻ്റെ ചാർജസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇത് തികച്ചും സൗജന്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിർച്വൽ ബോക്സിനെ പരിചയപ്പെടുന്നത്. വിർച്വൽ ബോക്സ് തന്നെ ഒരു ഒട്ടനവധി ഓപ്പൺ സോഴ്സ് ഫ്രീ ആയിട്ടുള്ള മറ്റ് സോഫ്റ്റ്വെയർസും വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർസും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വിർച്വൽ ബോക്സ് ആണ്. വിർച്വൽ ബോക്സ് ആണ് കൂടുതൽ ഫംഗ്ഷനാലിറ്റീസ് ഉള്ളത്, ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്ന വിർച്വൽ ബോക്സ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് വിർച്വൽ ബോക്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിർച്വൽ ബോക്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ, എന്താണ് ഇതിനെ കൊണ്ടുള്ള ഉപയോഗങ്ങളെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ആണുള്ളത് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. അത് ചിലപ്പോൾ മോസ്റ്റ്ലി പുതിയതൊക്കെ ആണെങ്കിൽ വിൻഡോസ് 10ഉം അല്ലെങ്കിൽ പഴയതിൽ വിൻഡോസ് 8ഓ 7ഓ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഉള്ളത് വിൻഡോസ് 10 ലാപ്ടോപ്പാണ്. അപ്പോൾ എനിക്കിപ്പോൾ ചില ആൾക്കാർക്ക് പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളോടൊരു താല്പര്യം ഉണ്ടാവും. അതായത് വിൻഡോസ് 7ഓ 8ഓ അതല്ലെങ്കിൽ XPO പോലുള്ള. പക്ഷെ നമുക്ക് അതിനായിട്ട് രണ്ട് സിസ്റ്റംസ് എപ്പോഴും കീപ്പ് ചെയ്യാൻ സാധ്യമല്ല. രണ്ട് കമ്പ്യൂട്ടേഴ്സ്, അതായത് ഇപ്പോൾ നമുക്ക് രണ്ട് സോഫ്റ്റ്വെയർസും ഇഷ്ടമാണ്. ലേറ്റസ്റ്റും വേണം, കാരണം ഇപ്പം ഒട്ടനവധി വരുന്ന പുതിയ സോഫ്റ്റ്വെയറുകളെല്ലാം എപ്പോഴും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർസും. പക്ഷേ പഴയ ലെഗസി ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഇപ്പം പൊതുവെ മാർക്കറ്റിൽ വരുന്ന കുറവാണ്. പക്ഷേ ചില പഴയ പ്രോഗ്രാംസ് ഉണ്ട് അപ്ഡേറ്റഡ് അല്ലാത്ത, അതെല്ലാം പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രമേ വർക്ക് ആകത്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ വരാം. പിന്നെ ചിലർക്ക് പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കുറച്ചുകൂടെ ഉപയോഗിക്കാൻ ഇഷ്ടമായിട്ട് തോന്നും. അപ്പോൾ ഈ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണമെന്നോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യണമെന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളെ ചോയ്സിനനുസരിച്ചിട്ട് ഓരോ കമ്പ്യൂട്ടർ വാങ്ങുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളങ്ങനെ വാങ്ങുക തന്നെ വയ്ക്കുക. അപ്പോൾ നമ്മൾ ഒരു 5 ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ 5 ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 5 സിസ്റ്റം വാങ്ങിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ, അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വിൻഡോസ് അല്ലെങ്കിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സിസ്റ്റങ്ങളിൽ നമുക്ക് ഡ്യുവൽ ബോർഡ് സിസ്റ്റം, രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു കമ്പ്യൂട്ടറിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം, ഒന്നിലധികം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതിനേക്കാളും ഉപകാരപ്രദമായിട്ടാണ് വിർച്വൽ ബോക്സ്. അതായത് നമ്മളെ ഈ കമ്പ്യൂട്ടറിന്റെ മുകളിൽ തന്നെ ഒന്നിലധികം മറ്റ് കമ്പ്യൂട്ടറുകളെ എന്നതുപോലെ സോഫ്റ്റ്വെയർസ്, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യുകയും അതിനാവശ്യമായ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയും മറ്റ് കമ്പ്യൂട്ടറുകൾ പോലെ നമുക്കിതിനെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിന്റെ തന്നെ റിസോഴ്സസ്, ഇതിന്റെ തന്നെ ഹാർഡ്വെയർ റിസോഴ്സസ് ഷെയർ ചെയ്തുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അതിനെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ നമ്മൾ വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വിൻഡോസ് 10 ആണ് ഉപയോഗിക്കുന്നത്. എനിക്ക് വിൻഡോസ് XP ഇഷ്ടമാണ്. പക്ഷേ അതിനായിട്ട് ഞാൻ പ്രത്യേക ഒരു കമ്പ്യൂട്ടർ വാങ്ങുന്നതിനേക്കാളും അല്ലെങ്കിൽ വേറെ സിസ്റ്റം ഞാൻ യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് പറ്റും ഈ കമ്പ്യൂട്ടറിന്റെ തന്നെ റിസോഴ്സ്, ഇതിനകത്ത് തന്നെ എനിക്ക് വിൻഡോസ് XP എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ വിൻഡോസ് 7 എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റിയാൽ എന്തായിരിക്കും? അതെനിക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും, അല്ലേ? അപ്പോൾ പിന്നെ ഇത് നമുക്ക് കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനോ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ടെസ്റ്റിംഗ് പർപ്പസസിനൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രോസസ്സിങ് ചെയ്യാനും കുറച്ചുകൂടെ സേഫ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനൊന്നും ബാധിക്കത്തില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്. ഞാൻ ഒരുപാട് ദീർഘിപ്പിച്ചുകൊണ്ട് പോകുന്നില്ല. ഞാനപ്പോൾ ഈ വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന ഈ വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ഇതിന്റെ ഒറാക്കിളാണ്, ഇതിന്റെ ഓണർ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം ഞാൻ സെപ്പറേറ്റ് വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് ഈ വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ആയ
വിർച്വൽ ബോക്സിലേക്ക് നമുക്ക് മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് ആയിക്കോട്ടെ, ലിനക്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് അതിന് ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത് ടെക്നിക്കൽ ലാംഗ്വേജിൽ, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് വിശദമായിട്ട് മറ്റുള്ള എൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽസിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട www.virtualbox.org എന്നാണ് അഡ്രസ്സ്. അത് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് വിർച്വൽ ബോക്സ് എന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലും വരും. അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും, വിർച്വൽ ബോക്സ് എന്നുള്ള ഈ വെബ്സൈറ്റ്. ഇവിടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്തുള്ള ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറയുന്നത് വിർച്വൽ ബോക്സ് 6.1 ആണ്. ഞാനപ്പോൾ ഇതിൽ ഡൗൺലോഡ് 6.1 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഒരു കാര്യം പറയാം. ഈ വിർച്വൽ ബോക്സിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ രണ്ട് ടെക്നിക്കലായിട്ട് നമ്മൾ പറയുമ്പോൾ, ഒന്ന് ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പിന്നെ ഒന്ന് ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. ഈ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ ഡിഫോൾട്ട് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിനാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഗസ്റ്റ് എന്ന് പറയും നമ്മൾ വിർച്വൽ ബോക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പുതിയ സോഫ്റ്റ്വെയർ, അതായത് പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് കട്ടിങ്, അതായത് 2-3 സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പകരം ഒരു സിസ്റ്റത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ റിസോഴ്സ് ഷെയർ ചെയ്തുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഏതൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് ഏതൊക്കെ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വിർച്വൽ ബോക്സ് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഇനിഷ്യൽ പേജിൽ തന്നെ നമുക്ക് കാണാം. ഞാനൊന്ന് ബാക്ക് പോയിട്ട് കാണിക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രസന്റ്ലി വിർച്വൽ ബോക്സ് റൺ ഓൺ, ഇത് ഹോസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്, വിൻഡോസ്, ലിനക്സ്, മെക്കിൻടോഷ് ആൻഡ് സോളാറിസ് ഹോസ്റ്റ്, അങ്ങനെ ഏതെല്ലാം കാര്യങ്ങളും പറയുന്നുണ്ട്, ഏതൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഡൗൺലോഡ് വിർച്വൽ ബോക്സ് 6.1 എന്നുള്ളതിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്കിവിടെ വിർച്വൽ ബോക്സ് ബൈനറീസ് അങ്ങനെയൊക്കെ ഉള്ളത് കാണാം. ഇപ്പോൾ വിർച്വൽ ബോക്സ് 6.1.10 പ്ലാറ്റ്ഫോം പാക്കേജസ് എന്നുള്ളതിലേക്ക് നമ്മൾ വരേണ്ടത്. അതിനുശേഷം വിൻഡോസ് ഹോസ്റ്റ് സെലക്ട് ചെയ്യണം. നമ്മളിപ്പോൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ഒരു കമ്പ്യൂട്ടറിലേക്കാണ് വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ വിൻഡോസ് ഹോസ്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ മാക്കിൻടോഷ് ഉള്ള സിസ്റ്റത്തിലാണെങ്കിൽ ഹോസ്റ്റ് എന്ന് സെലക്ട് ചെയ്യുക. ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസിലേക്കാണെങ്കിൽ ലിനക്സിലേക്ക്, ഇനി സോളാറിസ് ബേസിസിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്കാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ സോളാറിസ് അങ്ങനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ സിസ്റ്റം ഞാൻ മോസ്റ്റ്ലി വിൻഡോസ് ബേസിസ് ആണ്, അപ്പോൾ എൻ്റെ സിസ്റ്റം വിൻഡോസ് ആണ്. അപ്പോൾ ഞാൻ വിൻഡോസ് ഹോസ്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തു. സോ നമുക്കിവിടെ വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഒരു 3 minutes ടൈം എടുക്കും. ഞാനതൊരു വീഡിയോ പോസ് ചെയ്യാം ഡൗൺലോഡ് കംപ്ലീറ്റ് ആകുന്നത് വരെ. നമ്മുടെ വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലേക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വിർച്വൽ ബോക്സ് സെറ്റപ്പ് റണ്ണായി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഏത് വിർച്വൽ ബോക്സിൻ്റെ സപ്പോർട്ട്സ് എന്തൊക്കെയാണ് ഇതെല്ലാം ബൈ ഡിഫോൾട്ട് തന്നെ സെലക്ട് ചെയ്തോളൂ. ദെൻ നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഇവിടെ നെറ്റ്വർക്ക് ഇന്റർഫേസസ് എന്ന് പറയുമ്പോൾ യെസ് അടിക്കുക. ഓക്കെ, ദെൻ ഇൻസ്റ്റാൾ. ഇൻസ്റ്റലേഷൻ, യൂസർ അക്കൗണ്ട് കൺട്രോൾ സെക്യൂരിറ്റി ഒരു കൺഫർമേഷൻ വരും. വിൻഡോസ് ഡിഫോൾട്ട് സെക്യൂരിറ്റി ഇതൊന്ന് നമുക്കത് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ ഒന്നാണ്. ഓക്കെ, നമുക്കത് യെസ് അടിക്കാം. അപ്പോൾ വെരിഫൈഡ് പബ്ലിഷർ ആണോ, അപ്പോൾ എന്തൊക്കെയുള്ള ഇൻഫർമേഷൻ ചോദിക്കും, യെസ് അടിക്കാം. സോ വിർച്വൽ ബോക്സ് ഇൻസ്റ്റാളേഷൻ നടക്കുകയാണ്. ഇവിടെ ഇൻസ്റ്റാൾ ദിസ് ഡിവൈസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് ചോദിക്കും. നിങ്ങളതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക. അല്ല, ഇതിൻ്റെ അത്യാവശ്യമായിട്ടുള്ള പാക്കേജസ് ആണ്. ഓക്കെ, ഇവിടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഫിനിഷ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഒറാക്കിൾ വിർച്വൽ ബോക്സ് വിർച്വൽ ബോക്സ് എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്ക്രീനാണ്. യൂഷ്വലി ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്തെങ്കിലും ഇതിനകത്ത്, അതായത് വിർച്വൽ ബോക്സിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇവിടെ കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ ഈ ഒറാക്കിൾ വിർച്വൽ ബോക്സിലേക്ക് എങ്ങനെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ
പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് വിർച്വൽ ബോക്സിനെ കുറിച്ച് നിങ്ങൾ പരിചയമില്ലാത്തവർക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. വിർച്വൽ ബോക്സിന് ഒരുപാട് പറയുകയാണെങ്കിൽ വിർച്വൽ ബോക്സിന് ഒരുപാട് ഇൻഡെപ്തായിട്ട് ഒരുപാട് പറയാനുണ്ട്. ഇതിനൊരു പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ഉണ്ട്. നമുക്ക് കമാൻഡ് ഉപയോഗിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യാം, പല കാര്യങ്ങളും ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ഞാനിപ്പോൾ വിൻഡോസ് 10 എന്ന് പറയുന്ന ഈ എൻ്റെ സിസ്റ്റത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 10 ആണ്. അതിനുള്ളിൽ തന്നെ എനിക്ക് മറ്റനവധി ഈ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ മറ്റനവധി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സെയിം ടൈം ഇതെല്ലാം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മറ്റൊരു ഇത്. ഇതിൻ്റെ ഹാർഡ്വെയർ റിസോഴ്സസ് ഷെയർ ചെയ്യപ്പെടും. അപ്പോൾ അതൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഹാർഡ്വെയർ റിസോഴ്സസ് ഷെയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നമുക്ക് ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അതിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ട്. നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ റിസോഴ്സസ് അലോക്കേഷൻ ഇത് ചോദിക്കും. അപ്പോൾ അങ്ങനെ ആ ചോദിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ എത്ര റിസോഴ്സസ് ആണോ അലോക്കേറ്റ് ചെയ്യുന്നത്, ഒറിജിനൽ ഫിസിക്കൽ സിസ്റ്റത്തിലുള്ള അത്രയും റിസോഴ്സസ് ഈ വിർച്വൽ ബോക്സ് റണ്ണായി ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റണ്ണാകുമ്പോൾ ഇതിലേക്ക് മാറുന്നതായിരിക്കും. ഇത് കൺസ്യൂം ചെയ്യും. അതായത് ഈ സോഫ്റ്റ്വെയറിലേക്ക് ഫിസിക്കലി ഉള്ളത് അലോക്കേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കിയെ ഈ മെയിൻ അതായത് ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ സെയിം ടൈമിൽ തന്നെ നമുക്കിപ്പോൾ ഒന്നിലധികം ഇപ്പോൾ ഞാനൊക്കെ ഇതിനകത്ത് ഈ ഇൻ്റർഫേസിൽ തന്നെ വിൻഡോസ് 10 തന്നെ എനിക്ക് ലിനക്സ് ഒരു സെപ്പറേറ്റ് കമ്പ്യൂട്ടർ പോലെ സെപ്പറേറ്റ് ഒരു സ്ക്രീനിൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം. വിൻഡോസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെർഷൻസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള. അപ്പോൾ ഈ വിർച്വൽ ബോക്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് വേറൊരു വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തെന്ന് വെക്കാം. അത് എൻറ്റയർലി വേറൊരു കമ്പ്യൂട്ടറിനെ പോലെ ആയിരിക്കും അത് പെരുമാറുന്നത്. അതിലേക്ക് നമുക്ക് സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാം, അൺഇൻസ്റ്റാൾ ചെയ്യാം. അതായത് അതിനകത്തേക്ക് നമുക്ക് ഫയൽസ് കോപ്പീസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതിന് ശേഷം ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്, ഇനി ഒറാക്കിൾ വിർച്വൽ ബോക്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫയലുണ്ട്. അതുകൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ ആ എക്സ്റ്റൻഷൻ ഫയൽസിന് മാത്രമേ USB 3.0 അങ്ങനെയൊക്കെയുള്ള USB സപ്പോർട്ടും മറ്റ് അനവധി അഡീഷണൽ സപ്പോർട്ട്സും കിട്ടണമെങ്കിൽ ആ എക്സ്റ്റൻഷൻ ഫയൽ കൂടെ ഇൻസ്റ്റാൾ ചെയ്യണം. അതെങ്ങനെയാണെന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിവിടെ ഈ വിർച്വൽ ബോക്സിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത അതേ സ്ക്രീനിൽ കുറച്ചുകൂടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വിർച്വൽ ബോക്സ് 601ൻ്റെ എക്സ്റ്റൻഷൻ പാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ എക്സ്റ്റൻഷൻ പാക്ക് നമ്മൾ എന്തിനാണ് ഡൗൺലോഡ് ചെയ്യുന്നത്? ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് USB സപ്പോർട്ട്സ്, അതുപോലെ തന്നെ റിമോട്ട് ഡെസ്ക്ടോപ്പ് സപ്പോർട്ട്, അതുപോലെ തന്നെ ഡിസ്ക് എൻക്രിപ്ഷൻ, അങ്ങനെ കുറേ അഡീഷണൽ BXC ബൂട്ട് അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് അഡീഷണൽ ആയിട്ടുള്ള സർവീസസ് വേണമെങ്കിൽ നമുക്ക് എന്തായാലും ഈ എക്സ്റ്റൻഷൻ പാക്കേജ് കൂടെ ഇൻസ്റ്റാൾ ചെയ്യണം. സോ അപ്പോൾ അതുകൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അവിടെ ഓൾ സപ്പോർട്ടഡ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാം. സോ അപ്പോൾ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. എക്സ്റ്റൻഷൻ പാക്ക് ഡൗൺലോഡ് ആവുകയാണ്. വൺസ് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യാം, അത് ഓപ്പൺ ആവും. ഇവിടെ ഒന്നുമില്ല, ഒരു ക്വസ്റ്റ്യനാണ് ഈ എക്സ്റ്റൻഷൻ പാക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളത്. ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് വരും. അത് നമ്മൾ താഴെ വരെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എഗ്രി എന്നുള്ള ഓപ്ഷൻ വരത്തുള്ളൂ. അതായത് മൊത്തം റീഡ് ചെയ്തതായിട്ട് അവർക്ക് തോന്നിപ്പെടണം. അപ്പോൾ നമ്മൾ താഴെ വരെ ഇത് ചെയ്യുന്നു, സ്ക്രോൾ ചെയ്യുന്നു, എന്നിട്ട് എഗ്രി എന്നുള്ള ബട്ടൺ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ യൂസർ അക്കൗണ്ട് കൺട്രോൾ ചോദിക്കാം. വിൻഡോസ് 10 അത് യെസ് ചെയ്യുക. അത് സ്ക്രീനിൽ റെക്കോർഡ് ആകില്ല. ഓക്കെ, എക്സ്റ്റൻഷൻ പാക്ക് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഒറാക്കിൾ വിർച്വൽ ബോക്സ് മാനേജർ എന്ന് പറയുന്ന വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ, അതായത് ഒറാക്കിൾ വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. നമുക്കിനിപ്പോൾ ഏത് അഡീഷണൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് വിർച്വൽ ബോക്സ് സപ്പോർട്ട് ചെയ്യുന്ന ഏത് അഡീഷണൽ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വേണമെങ്കിലും നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിനെല്ലാം ഒരേ സമയം റൺ ചെയ്യാം. ഇത് ഒരേ സമയം റൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഷെയർ ചെയ്യുന്ന റിസോഴ്സസ് ഉണ്ട്, ഹാർഡ്വെയർ റിസോഴ്സസ്. അത് സ്റ്റോറേജും പ്രോസസ്സറും അതുപോലെ റാമും ആണ്, മെമ്മറി. അപ്പോൾ ഈ ഷെയർഡ് റിസോഴ്സസ് എല്ലാം തന്നെ നമ്മൾ എത്രയാണോ ഇതിനകത്തേക്ക് നമുക്ക് തന്നെ പേഴ്സണലായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അലോക്കേറ്റ് ചെയ്യുന്ന റിസോഴ്സസ് അത്രയും ഈ വിർച്വൽ ബോക്സ് റൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വിർച്വൽ ബോക്സിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യുമ്പോൾ അതിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നതാണ്. ഒറിജിനൽ ഫിസിക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതിൽ നിന്ന് അതിലേക്ക് അലോക്കേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, അത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയർ, ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ 8 GB റാമാണുള്ളതെന്ന് നോക്കുക. ഞാൻ അതിൻ്റെ ഓരോ 2 GB റാം വെച്ചിട്ട് ഒരു 5 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ഇത് ചെയ്തിട്ട് വിർച്വൽ ബോക്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാങ് ആവും. 5 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരേ സമയം റൺ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഫിസിക്കലി നമുക്ക് 8 ഉള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം റൺ ചെയ്യണം. എല്ലാത്തിനും റിസോഴ്സസ് അലോക്കേറ്റഡുമാണ്. അപ്പോൾ നമ്മളെ ഫിസിക്കൽ റിസോഴ്സ് എന്ത് ചെയ്യും, അവൈലബിൾ അല്ലാതെ വരും. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അതുകൊണ്ടാണ് ഞാനത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഞാൻ അതിന് വേണ്ടി ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്ത് അയക്കുന്നതായിരിക്കും.
പിന്നെ ഫർദറായിട്ട് പറയുകയാണ്, ഇപ്പോൾ വിർച്വൽ ബോക്സിൻ്റെ ഇനീഷ്യലായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ മാത്രം, ഒരു സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനും മറ്റുള്ള ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. വിർച്വൽ ബോക്സിൽ ഒരുപാട് ഇൻ്റർഫേസസ് ഉണ്ട്. പ്രോഗ്രാമിംഗ് ലെവലിലൊക്കെ പോകുമ്പോൾ നമുക്കിത് കമാൻഡ് ലൈനിൽ നിന്നുകൂടെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇൻ്റർഫേസ് ഉണ്ട്. അത് മോർ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉള്ള നോളജ് വേണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് പൊതുവേ ചിലർക്ക് ഹാർഡ്വെയർസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇൻസ്റ്റാളേഷൻ, വിൻഡോസ് ഇൻസ്റ്റാളേഷനൊക്കെ അറിയാവുന്നവർക്കറിയാം, നമുക്കിപ്പം ഒരു വിൻഡോസ് സിസ്റ്റത്തിൽ തന്നെ ഡ്യുവൽ ബൂട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡ്യുവൽ ബൂട്ട് സെറ്റ് ചെയ്യുന്നതും നമുക്ക് ഒരേ സമയം ഒരു ആപ്ലിക്കേഷൻ, ഇപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടറിൽ തന്നെ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ അതിൽ കൂടുതലോ ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ടത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബൂട്ട് ചെയ്ത്, അതായത് സെപ്പറേറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ഇതാണ്. കാര്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പം വിൻഡോസ് 10 ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ട് അതേസമയം തന്നെ മറ്റൊരു എൻ്റെ സിസ്റ്റത്തിനുള്ളിൽ തന്നെ ഞാൻ വേറൊരു സിസ്റ്റം, ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ, ഒരു വിർച്വലായിട്ട് ഉള്ള ഒരു വേറൊരു സിസ്റ്റത്തിൽ വിൻഡോസ് XP വിൻഡോസ് 7 അല്ലെങ്കിൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ സമയം 2 യൂസ് ചെയ്യാം. ഇതിലേക്ക് അത് സ്വിച്ച് ചെയ്ത് CC ആയിട്ട് യൂസ് ചെയ്യാം. മറ്റേതാകുമ്പോൾ ബൂട്ട് ചെയ്ത് വരുന്നതാണ്. ഈ ഡ്യുവൽ ബൂട്ടൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ലിനക്സും വിൻഡോസും ഒരേ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം, ബൂട്ടിംഗ് ലെവലിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ബൂട്ട് ലെവലിൽ തന്നെ ഓരോ ഇതർ ലിനക്സ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ വിൻഡോസ്, അപ്പോൾ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രം നമുക്ക് ആ സെയിം ടൈമിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒറാക്കിൾ വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ, അതായത് വിർച്വലൈസേഷൻ ആപ്ലിക്കേഷൻ്റെ ഇനീഷ്യൽ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് ഒരേ സമയം 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് വിവരിക്കുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.